റൈറ്റ് ടു മെൻസ്ട്രൽ ഹെൽത്ത് ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. ഈ തൊട്ടടുത്ത് ജാനുവരി 30 2026 സുപ്രീം കോർട്ട് ഒരു വേർഡിക്റ്റ് പറഞ്ഞു. മെൻസ്ട്രൽ ഹെൽത്ത് ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു. ഈ വേർഡിക്റ്റ് ഡോക്ടർ ജയ ഠാക്കൂർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിരുന്നു ആ കേസ്. വേർഡിക്റ്റ് പറഞ്ഞത് ജസ്റ്റിസ് പർദിവാല ആൻഡ് ജസ്റ്റിസ് മഹാദേവൻ, അവരാണ് ആ വേർഡിക്റ്റിൻ്റെ വോയിസ് ഔട്ട് ചെയ്തത്. ഈ വേർഡിക്റ്റിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ഞാൻ തരാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി യൂസ്ഫുൾ ടു മെനി ഓഫ് യു. ചിലപ്പോൾ ഇതിൽ ടീച്ചേഴ്സ് ഉണ്ടാവാം, ഞാൻ ഈ പറയുന്ന ഇതിൽ ഗേൾ സ്റ്റുഡൻസ് ഉണ്ടാവാം, ഇതിൽ പേരൻസ് ഉണ്ടാവാം, പെൺകുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഈ വേർഡിക്റ്റിൽ മനസ്സിലാക്കേണ്ടത് മെൻസ്ട്രൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അതൊരു പെൺകുട്ടിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റായി മാറി എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ തന്നെ അറിയാം, നമ്മൾ സ്കൂളിലൊക്കെ എസ്പെഷ്യലി ഫോർ 6th to 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെയാണ് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വേർഡിക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് തന്നെ അറിയാം, ചിലപ്പോൾ സ്കൂളിലോ ഒക്കെ പെട്ടെന്ന് നമുക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടാവും. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പ്രിക്കോഷൻസ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമയാണ് ഈ വേർഡിക്റ്റിൻ്റെ പിന്നിൽ. ഒരു 2 years ബാക്ക് ഒരു NGO നടത്തിയ സ്റ്റഡീസിൽ നമുക്ക് ആ നമ്പർ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 23 million ഗേൾ സ്റ്റുഡൻസ് ഹാസ് ഡ്രോപ്ഡ് ഔട്ട് ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രോമ. അവർ സ്കൂളിൽ അനുഭവിച്ച ആ ബുദ്ധിമുട്ട്, എംബാരസ്മെൻറ്റ്, അതായിരുന്നു അവരെ പിന്നീട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു, നാണക്കേടായി, പിറ്റേ ദിവസം പറയാൻ ഞാൻ ഇനി ആ സ്കൂളിൽ പോവില്ല. കാരണം ഇനി സ്കൂൾ ഇവിടെ ഒന്നുമില്ല, ഇനി കുറേ കിലോമീറ്റേഴ്സ് അപ്പുറമായിരിക്കാം ചിലപ്പോൾ സ്കൂളുകൾ, ഇനി ഞാൻ പോവില്ല. അതോടുകൂടി ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ അവിടെ കട്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വേർഡിക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുക. ഈ വേർഡിക്റ്റിൽ ഇതാണ് സ്പെഷ്യൽ എംഫസൈസ് ചെയ്തിട്ടുള്ളത്. ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾ ദി സ്കൂൾസ്, whether it is owned by central government, state government or aided or unaided, ഏത് സ്കൂളോ ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ ആയിക്കോട്ടെ, അവരവരുടെ സ്കൂൾസിൽ പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ ഹൈജീനിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങി വെച്ചിരിക്കണം. അതിൽ ഒരു ഡയറക്ഷൻ കൊടുത്തത് ഓക്സോ ബയോഡീഗ്രേഡബിൾ പാഡ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് അത് വെൻഡിങ് മെഷീൻസ് ഉണ്ടായിരിക്കണം. ത്രൂ വെൻഡിങ് മെഷീൻസ്, അതായത് അവർ വന്നിങ്ങനെ ചോദിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവരുത്. വെൻഡിങ് മെഷീൻസ് പ്രൊവൈഡ് ചെയ്യണം. അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അതേപോലെ സെപ്പറേറ്റ് ബാത്റൂംസ് വിത്ത് വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റായി മാറുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഒരു കുട്ടി വന്നിട്ട് എനിക്ക് പാഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ you are telling that you are depriving her a fundamental right. അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇത് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഡീറെക്കഗ്നിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡിക്റ്റാണത്. കാരണം നമുക്കറിയാം ഇങ്ങനെ ഒരു വേർഡിക്റ്റിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേർഡിക്റ്റ് വരുന്നത് നല്ല രീതിയിൽ അതിനെ കാണണം. കാരണം പലപ്പോഴും പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പറയാൻ മടിച്ചിട്ട് പെട്ടെന്ന് അവരോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുന്നു. പെട്ടെന്ന് അവരെവിടേക്കാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ അവരൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുമ്പോൾ അവർക്ക് നാണക്കേടാവുന്നു. അപ്പോൾ അതൊന്നും ഇനി നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ധൈര്യമായിട്ട് കൗണ്ടറിൽ പോയി ചോദിച്ചു, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികളെ. നിങ്ങൾ പോയി കൗണ്ടറിൽ പോയി ചോദിച്ചോളൂ, ആ സ്കൂളിൽ അത് ഉണ്ടായിരിക്കും, അത് പ്രൊവൈഡ് ചെയ്തിരിക്കും, നീ അത് വിഷമിക്കണ്ട. അവിടെ ഇങ്ങനെ ഇതും കൂടിയും പറയുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫീ വേവർ. ഇങ്ങനെയും കൂടിയുള്ള പ്രോഡക്ട്സിൻ്റെ കോസ്റ്റും കൂടിയും എന്ത് ചെയ്യണം, അത് ബെയർ ചെയ്യണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കുറച്ചൊരു എക്സ്റ്റൻഷനിൽ പറയുന്നത്, പറ്റുമെങ്കിൽ സ്കൂൾസ് ഒരു 3-4 പെയർ യൂണിഫോംസ് അതേപോലെ ഇന്നർ വെയേഴ്സും സ്റ്റോക്ക് ചെയ്തതുകൊണ്ട് തെറ്റില്ല എന്നാണ് സുപ്രീം കോർട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ബോയ് സ്റ്റുഡൻസിന് കൃത്യമായിട്ടുള്ളൊരു അവെയർനെസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗേൾസ് ഈ മെൻസ്ട്രൽ പീരിയഡ്സിൻ്റെ സമയത്ത് കടന്നു പോകുന്ന
ബുദ്ധിമുട്ടുകളും അവരുടെ ബയോളജിക്കൽ പ്രോസസ്സും ഒക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി ദേ വിൽ പ്രൊവൈഡ് എ സേഫ് എൻവയൺമെൻറ്റ് ടു ദി ഗേൾ സ്റ്റുഡൻസ്. ഓക്കെ, സോ ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ കുറച്ച് പാഡ്സ് ഒന്നും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർക്കിതൊന്നും കുഴപ്പമില്ല. അവരെ സംബന്ധിച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടാവും, കയ്യിൽ സ്റ്റോക്കൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ കുറേ ദിവസം മുമ്പ് തന്നെ അവരതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും അത്രയൊന്നും ബെയർ ചെയ്യാൻ പറ്റാത്ത നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മുടെ വിഭാഗത്തിലുണ്ട്. അവർക്ക് ദിസ് ഈസ് എ വെരി ഗുഡ് തിങ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പാഡ്സ് കിട്ടാതിരിക്കുക നമുക്ക്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് ആര് ചോദിക്കേണ്ടി വരിക, അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന, അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ്, അപ്പോൾ പാരൻസ് ഇത് എന്ത് ചെയ്യണം, കുട്ടികളെ ഒന്ന് നല്ല രീതിയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. സ്കൂൾസിലൊക്കെ ഇത് ഇനി ഉണ്ടായിരിക്കും, ഇത് പ്രൊവൈഡ് ഇരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. സോ ഈ വേർഡിക്റ്റിനെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ ചിലർ പറയും ഇനി ഇതും പ്രൊവൈഡ് ചെയ്യണോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ചർച്ച ചെയ്യുന്നവരും ഇതിലുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടൂ. മറക്കരുത്, ഇത് സ്റ്റുഡൻസും ഈ ലോ മനസ്സിലാക്കണം. ഇത് എന്നാണ്, കാരണം ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലോ. MHH എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 നമ്മൾ വല്ല കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. ഇത് ഈ സുപ്രീം കോടതിയുടെ ഈ വേർഡിക്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. എന്താണ്, January 30 വേർഡിക്റ്റ് വന്നിട്ടുള്ളത്. സോ നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, then thank you. Like, share, subscribe and press the bell button for more such videos.